കൂടുതൽ ആൾക്കാരും വിളിച്ച് ചോദിക്കുന്നത് പ്രത്യേകിച്ച് ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ സ്ട്രാറ്റജിയാണ് അവർക്ക് ആവശ്യം. അവർ പല സ്ട്രാറ്റജി ഉപയോഗിച്ച് ലോസിലാണ്, എന്നിട്ടും അവർ ട്രേഡ് നിർത്തുന്നില്ല. അവർക്ക് ലോസ് റിക്കവറി ചെയ്യാനുള്ള സൊല്യൂഷനും ആവശ്യമില്ല, പക്ഷേ അവർക്ക് വീണ്ടും വീണ്ടും ചെയ്യണം, അതിനുള്ള സ്ട്രാറ്റജിയാണ് ആവശ്യം. യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ നമുക്കൊരു സ്ട്രാറ്റജി മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി വെച്ചിട്ട് മാർക്കറ്റിൻ്റെ പുറത്ത് കയറി പ്രോഫിറ്റ് എടുക്കാൻ നോക്കുകയല്ല വേണ്ടത്. മാർക്കറ്റിൻ്റെ പോക്കനുസരിച്ച്, അതിൻ്റെ മൂവ്മെൻറ്റ്, അതിൻ്റെ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ അതിൻ്റേതായ രീതിയിലുള്ള സ്ട്രാറ്റജി വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സ്ട്രാറ്റജി എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം. ഓക്കെ, അത്യാവശ്യം ഇതിനകത്ത് ക്ഷമ വേണം. നമ്മളൊരു രീതിയിൽ മാർക്കറ്റ് വരുന്നവർ, അടുത്തൊരു സപ്പോർട്ട് എടുക്കുന്നവർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എടുക്കുന്നവരെയുള്ള ക്ഷമിച്ചിരിക്കാനുള്ള ക്ഷമ വേണം. അതിനുള്ള ഡിസിപ്ലിൻ വേണം ആദ്യം. പിന്നെ നിങ്ങളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ SL-ഉം ടാർഗറ്റും വച്ച് കഴിഞ്ഞു, പിന്നെ അവിടെ ആ ഒരു P&L നോക്കാൻ വേണ്ടി പോകരുത്. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ലോസ് എത്രയായിരിക്കുമെന്ന് ആദ്യമേ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്നും പോയിട്ട് അല്ലെങ്കിൽ എപ്പോഴും പോയിട്ട് നിങ്ങൾ P&L നോക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ട് എത്രയുണ്ട്, എങ്ങനെ പോകുന്നുണ്ടെന്ന് നോക്കുകയോ ഒന്നും ചെയ്യരുത്. മാസത്തിലൊരിക്കൽ മാത്രം നിങ്ങളുടെ P&L നോക്കുക. പക്ഷേ നിങ്ങളുടെ ജേണൽ എന്നും എഴുതുകയും വേണം. ഓക്കെ, ആ പൈസയെ നിങ്ങൾ ദിവസം വരുന്ന പ്രോഫിറ്റിനെയും ലോസിനെയും എന്നും ചെന്ന് കുത്തിയിരുന്ന് ചൊറിഞ്ഞു കുർത്തി അതിനെ വലുതാക്കുകയോ ചെറുതാക്കുകയോ എന്തെങ്കിലും മാറ്റം വരുത്തി അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യരുത്. മന്ത്ലിയെ P&L കണക്കാക്കാവൂ, പക്ഷേ നിങ്ങൾ ജേണൽ എന്നും എഴുതണം. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ പോയി പ്രോഫിറ്റോ ലോസോ എത്രയുണ്ടെന്നും പറഞ്ഞ് തിരിഞ്ഞ് നോക്കരുത്. നിങ്ങളുടെ എത്ര ക്യാപിറ്റലാണോ മൊത്തത്തിലുള്ളത് അതിൻ്റെ ഒരു 20% കൂടുതൽ ഓപ്ഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കില്ല. ഞാൻ വെറും 10% മാത്രമാണ് ഉപയോഗിക്കുന്നത്. സോ അത് അങ്ങനെ മാത്രമേ ഉപയോഗിക്കാവൂ. മൊത്തം പൈസ എടുത്ത് കളിക്കരുത്. 1, 2 അതിൻ്റെ നിങ്ങൾ എത്ര ശതമാനമാണ് ഒരു ബൈ ചെയ്യാൻ, ഒരു സാധനം പ്രൊഡക്റ്റ് വാങ്ങാൻ ബൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഒരു 5% പ്രോഫിറ്റ് ആകുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന രീതിയിൽ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. പ്രൈസ് ആക്ഷൻ മസ്റ്റായിട്ട് വേണം. പ്രൈസ് സൈഡ് വൈസ് രാവിലെ വരുന്ന ക്യാൻഡിൽ, ഫസ്റ്റ് വരുന്ന 5 മിനിറ്റിലോ 15 മിനിറ്റിലോ ക്യാൻഡിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇത് സൈഡ് വൈസ് മാർക്കറ്റാണോ, അപ്പ് ട്രെൻഡാണോ, ഡൗൺ ട്രെൻഡാണോ എന്നോ മനസ്സിലാക്കാനുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, മാർക്കറ്റ് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ, ട്രെൻഡ് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ട്രേഡ് എടുക്കേണ്ടത് കറക്റ്റ് സപ്പോർട്ടിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ നിന്ന് എടുക്കണം. ഇടയ്ക്ക് കയറി എടുക്കരുത്. ഇടയ്ക്ക് കയറി എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ SL വലുതായിരിക്കുമെന്ന് മാത്രമല്ല ടാർഗറ്റും ചെറുതായിരിക്കും.